റോഡിൻ്റെ രണ്ട് സൈഡും ഒരു ഫുഡ് റോഡാക്കി ഇവർ മാറ്റിയിരിക്കുകയാണ്. എല്ലാം വ്യത്യസ്ത ഷോപ്പുകളല്ലേ, എല്ലാം വ്യത്യസ്ത വെറൈറ്റിയുടെ നോക്കെ. എന്നാലും ഒന്ന് ലെവൻ, ഒന്ന് സ്വർഗം കഫേ, പിന്നെ ഇവിടെ സുഗർ ടീ, മൊമോസ്. കോഴിക്കോടാണ് നിൽക്കുന്നത്. കോഴിക്കോട് ഇപ്പം വെള്ളിമാട് കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഈ വെള്ളിമാട് കുന്നിൽ നിന്ന് കോവൂർ പോകുന്ന റൂട്ടാണ് ഇത് കേട്ടോ. അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടേക്കുന്ന റോഡാണ്. ഫുട്പാത്ത് ഉണ്ട്. പറയാൻ വന്ന കാര്യം, ഒരു സാധാരണ ഒരു റോഡാണ് കേട്ടോ. ഈ റോഡിലേക്ക് നമ്മൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുഡ് സ്ട്രീറ്റാണ്. വെറൈറ്റി ഫുഡുകളുള്ള കടകളാണ്. കോഴിക്കോട് ഫുഡിൻ്റെ ഒരു തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഇവിടെ പലതരം ഫുഡ് ഐറ്റംസിലെ കടകൾ, ഷോപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ സൊമാറ്റോ ഓടുമ്പോൾ രാത്രി 12 മണിക്കൊക്കെ ഇവിടുന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട്. രാത്രി 12 മണി 1 മണി സമയത്തൊക്കെ ഈ റോഡിൽ വന്നാലും നല്ല തിരക്കായിരിക്കും. കാരണം എന്താണ്, ഫുഡ് കഴിക്കാൻ വരുന്നവരാണ്. ഫുഡിന് ഇത്രയധികം വെറൈറ്റി ഫുഡുകൾ കൊണ്ടുവരുന്നതും ഫുഡിന് ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ് കേട്ടോ. അത് കോഴിക്കോട് വന്ന് കുറച്ച് നാൾ നിൽക്കുമ്പോഴേ അറിയൂ. ഇപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം, രാത്രിത്തെ വ്യൂവും കൂടെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ രാത്രി ഭയങ്കര തിരക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ വൈകിട്ട് സമയം 6 മണിയായുള്ളൂ. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരപ്പം ഭയങ്കര തിരക്കാണ്. കടകൾ കണ്ട കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാത്രി ഇവിടെ വന്നാൽ ഭയങ്കര തിരക്കാണ്. ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ ഇന്നിനി ഇടാൻ പറ്റുമെന്തോ, നമ്മൾ ഓട്ടത്തിലാണ്. രാത്രി ഓട്ടം ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാം. അത് ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്നാലും രണ്ടും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്തിട്ട് ഇട്ട് കാണിച്ചു തരാം. ഇപ്പോഴേ ചായക്കടകൾ ഇപ്പോഴേ തിരക്ക് വന്ന് തുടങ്ങി. ഇപ്പോഴും നല്ല തിരക്കാണ്. രണ്ട് സൈഡിലും ഉണ്ട്. ഇത് ടീ ഷോപ്പാണ്, ഇത് വേറൊരു മൊമോ ഷോപ്പാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് ഇതേപോലെ ഷോപ്പുകളാണ്. ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ ആക്കിയെടുക്കും. കേരളത്തിൽ ഒരു ഫുഡ് സ്ട്രീറ്റ്, വലിയ രീതിയിലുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് കൊണ്ടുവരുന്നെങ്കിൽ കോഴിക്കോട് തന്നെ കൊണ്ടുവരണം. ഉറപ്പായിട്ടും സക്സസ് ആവും, വലിയ രീതിയിൽ സക്സസ് ആവും. ഒരു റോഡിൻ്റെ, സാധാരണ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വ്യത്യസ്ത വിഭവങ്ങളുള്ള കടകൾ ഇട്ട് ഇവർ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ്, അല്ല ഫുഡ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് റോഡ് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അറിയത്തില്ല കേട്ടോ. ഒരു രാത്രിയെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ തിരക്ക്. ഇപ്പം നിങ്ങൾ ഇത്രയും കട കണ്ടില്ല, ഒരുപാട് കടകൾ ഇപ്പോൾ കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും മുമ്പോട്ട് നമുക്ക് ഇതേപോലെ കടകൾ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. നമ്മളിപ്പം കുറച്ചും കൂടി ഇവിടെ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പേര് കൂട്ടം കൂടി ഇന്ന് കാണാം. കാറ് പാർക്ക് ചെയ്ത് പറഞ്ഞില്ല, ഒരു ഫുഡ് സ്ട്രീറ്റാണ്, അല്ല ഫുഡ് റോഡാണ് കേട്ടോ. ഈ റോഡെന്ന് പറഞ്ഞാൽ വെള്ളിമാട് കുന്ന് കോവൂർ റോഡ്. ഈ ലഞ്ച് എന്ന് പറയുന്നൊരു ഷോപ്പ്, എല്ലാം മോഡേൺ കടകളാണ് കേട്ടോ. തട്ടുകട പോലത്തുള്ള ലോക്കൽ സെറ്റപ്പ് അല്ല, നല്ല മോഡേൺ ആയിട്ടുള്ള കടകളാണ്. ഇത് ജിയോ കഫേ. ഈ ഭാഗത്താണ് കൂടുതൽ ഷോപ്പുകളുള്ളത്. ഞാൻ ആദ്യം കാണിച്ചെടുത്തതിനേക്കാളും കൂടുതൽ ഷോപ്പുകളും തിരക്കും ഈ ഭാഗത്താണ്. 7-Eleven എല്ലാം വെറൈറ്റി തട്ട്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഫുഡ് സ്ട്രീറ്റ് അല്ലെങ്കിൽ കുറച്ച് തട്ടുകടകൾ കൂടി എല്ലായിടത്തും ദോശ, പൊറോട്ട, ഓംപ്ലേറ്റ് എന്നതുപോലെ അല്ല ഇവിടെ കണ്ട. ഒന്ന് 11, ഒന്ന് സ്വർഗം കഫേ, പിന്നെ ഇവിടെ സുഗർ ടീ, മൊമോസ്, ഇപ്പുറത്തുണ്ട് മിയാമി ഗോട്ട്, ടീ ലൈം, ചായ മക്കാനി, ഷവർമ ഹബ്ബ്. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാം കേട്ടോ. ഫുഡ് റോഡാക്കി എടുത്തിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഫുഡ് സ്ട്രീറ്റിന് ഏറ്റവും പോസിബിളായിട്ടുള്ള, ചെറിയ ലോക്കൽ സെറ്റപ്പ് അല്ല, വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഫുഡ് സ്ട്രീറ്റിന് ഏറ്റവും പോസിബിളുള്ള ഒരു പ്ലേസാണ് കോഴിക്കോട് കേട്ടോ. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ്. ഒരു റോഡിൻ്റെ രണ്ട് സൈഡും ഒരു ഫുഡ് റോഡാക്കി ഇവർ മാറ്റിയിരിക്കുകയാണ്. കടകൾ ഇങ്ങനെയല്ല, ഇനിയും ഒരുപാടുണ്ട്. ഞാൻ അവിടുന്നേ കടകളിങ്ങനെ വരുവാണ്. രാത്രി ഈ ഭാഗത്ത് വരണം. ഈറ്റായ സ്മൂച്ചോ പാർക്ക് ആൻഡ് ഗ്രില്ല് അങ്ങനെ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട്. ഇവിടെ രാത്രിത്തെയും കൂടെ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കോവൂർ എത്തിയാൽ തോന്നുന്നു. കോവൂറിന് ഞാൻ ഈ തിരക്കുള്ള ഭാഗം അറിയണമെങ്കിൽ ഈ കോവൂറിന് താഴോട്ട് വെള്ളിമാട് കുന്ന് ഭാഗത്തേക്ക് വന്നാൽ മതി കേട്ടോ. എല്ലാം വ്യത്യസ്ത ഷോപ്പുകളല്ലേ, എല്ലാം വ്യത്യസ്ത വെറൈറ്റിയുടെ നോക്കേ. എല്ലാ ലുക്ക് ഷോപ്പുകൾ, കടകളാണ് നോക്കേ. ഞാൻ പറഞ്ഞ ലോക്കൽ സെറ്റപ്പ് കടയല്ല, നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഷോപ്പുകളാണ് എല്ലാം. അടിപൊളി കേട്ടോ. അടുത്ത്
എല്ലായിടത്തും നല്ല തിരക്കാണ്. ഇനി ഇവിടെ ഏത് ഹോട്ടൽ ഇട്ടാലും ഏത് തരം ഫുഡിൻ്റെ ഐറ്റംസ് ഇട്ടാലും ഇവിടെ തിരക്കാവും. രാത്രി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മൾ വീഡിയോ എടുത്താലും അത് എത്ര കിട്ടുമെന്ന് അറിയത്തില്ല, അമ്മാതിരി തിരക്കാണ്. രാത്രി 12 മണിക്കും ഈ പരിസരമൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഈ റോഡ് ഉണർന്നിരിക്കും. നമ്മൾ കോവൂർന്ന് ഇങ്ങോട്ടാണ് കൂടുതൽ ഉള്ളത്. രാത്രിത്തെ വീഡിയോ ഇന്നാ നാളെ അങ്ങനെ ഇവിടെ ഓർഡർ അടിക്കുമെങ്കിലാണ്. ഞാനിപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് രാത്രിയിലെ ഓർഡർ അടിക്കും, ഈ സമയത്ത് ഓർഡർ അടിക്കില്ല. അല്ല, ഞാനിപ്പം ഓർഡറിലാണ്. ഇപ്പം ഇന്ന് നമുക്ക് ഇന്ന് ഓർഡർ കുറവായിരുന്നു കേട്ടോ. എത്ര ഓർഡറായി? 11 ഓർഡറോ 10 ഓർഡർ ആയിട്ടേ ഉള്ളൂ. 541 രൂപ. പിന്നെ നമുക്ക് തിരിച്ചു പോകണം. ഞാൻ സമയം 7 മണി കേട്ടോ. 7 മണിക്ക് നമുക്കൊരു ഓർഡർ അടിച്ച് ഇവിടെ തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 7 മണി എടുത്ത കാഴ്ച കൂടെ കാണിച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇനി തിരക്ക് കൂടത്തേ ഉള്ളൂ കേട്ടോ. ഒരു 9-10 മണിയാകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. 12 മണിക്ക് നല്ല അടിപൊളി തിരക്കാണ്. 7 മണിയെടുത്ത കാഴ്ച എങ്ങനെ ഗോപ്രോയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ ഇല്ല കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നിറച്ചു വാഹനങ്ങൾ, നല്ല തിരക്ക്, ജനപ്രവാഹം, പ്രളയം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തമാശയല്ല. ഇത് നോക്ക്, എല്ലാ റെസ്റ്റോറൻറ്റിലും എല്ലാ കടകളിലും തിരക്കാണ്. ഒരു കട പോലും തിരക്കില്ലാത്ത കടകളിൽ ഇല്ല. ഒരുപാട് നിങ്ങൾ മുമ്പേ കണ്ടില്ല, നിങ്ങൾ മുമ്പേ കണ്ട അത്രയും കടകളുണ്ട്. അവിടെ എല്ലാം തിരക്കാണ്. ഈ കട എപ്പോഴും തിരക്കാണ് കേട്ടോ. വാഹനങ്ങൾ നിർത്തിയിട്ടേക്കുന്നുണ്ടോ? കാറുകളാണ്, കാറുകൾ. അടിപൊളി വൈബാണ്. ഇപ്പം ഈ റോഡിലൊരു തിരക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഈ റോഡിലെ ഈ മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങളുടെ തിരക്ക് കുറയും. അപ്പോഴിവിടെ കുറച്ചും കൂടി സൈലൻ്റ് ആവും. പിന്നെ ഈ സ്ട്രീറ്റ് ഈ ഫുഡിൻ്റെ കുറച്ചും കൂടി ആക്റ്റീവാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വന്നിട്ടില്ല എങ്കിൽ ഇങ്ങോട്ട് വരിക. അത് രാത്രി 10 മണിക്ക് ശേഷം വരിക, കുറച്ചും കൂടി വൈബാവും. അല്ലെങ്കിൽ രാത്രി 7 മണിക്ക് ശേഷം വരിക. അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്